വിളിക്കാം. ഒരു മിനിറ്റ്. ഇവളെന്താ പറയുന്നത് നോക്കട്ടെ. ഹൗ അർജന്റ് സിറ്റുവേഷൻ? വെരി അർജന്റ്. ഇൻ ഹോസ്പിറ്റൽ. ഇങ്ങനെയെല്ലാം പറഞ്ഞാലേ ഈ ഇംഗ്ലീഷ് കാര്യങ്ങൾ നമ്മളെ വിളിക്കൂ. ഇങ്ങനെയെല്ലാം പറഞ്ഞാലേ ഇംഗ്ലീഷ് കാര്യങ്ങൾ നമ്മളെ വിളിക്കൂ. കോൾ അയർലൻഡ് കേൾ, ഓളെ തന്നെ ഞാൻ വിളിക്കുന്നത്. ഇങ്ങനെയെല്ലാം പറഞ്ഞാലേ ഇംഗ്ലീഷ് കാര്യങ്ങൾ നമ്മളെ വിളിക്കൂ. നോക്കാം, എന്നെ എടുക്കുമായിരിക്കും. അയ്യോ, ഞാൻ ഹോസ്പിറ്റലിൽ വന്നല്ലോ പറഞ്ഞേ. അല്ലോ, ഹായ്, I am in hospital. I can't do anything. I am in an urgent situation. I am going to die tomorrow. What happened? I have a disease called Vatachori. Yes. What can I do with my life? My last wish is to just call you. Wait. Okay. A second. Yes. കിരീടം 3 ഹൃദയമുള്ള ചിരിക്കുന്ന മുഖം 3 ഹൃദയമുള്ള ചിരിക്കുന്ന മുഖം 3 ഹൃദയമുള്ള ചിരിക്കുന്ന മുഖം കോപ്പുകൈ. What are you doing now? Studying. What? Studying. Okay. Dermatology. Are you now studying? Which class? Which subject? I will help you. My last wish is to help you. Where is your friend? Your best friend? In home. Oh, home. Okay. Everyone is facing this much situation. Please be strong, girl. Okay. Don't demotivate. Always be strong. Okay. Shamata any level vilikale RP is RP not real. Okay, so bye. I am Bye. okay. If I don't die, I will call you tomorrow. Can you pick up my call? Yes. Okay. Today I am too weak because I can't talk or I can't do anything because I am in coma. Okay. Tomorrow if I am alive, I will call you. Okay, bye. I want to tell you some things, but I can't know in my physical condition. So I will call you tomorrow. Okay. Okay. Bye. Bye. എങ്ങനെയുണ്ട് ഷെഫീറിന്റെ ബുദ്ധി? എങ്ങനെയുണ്ട്? പ്രാങ്ക് എന്ന് പറയുന്നത് എന്തിനാ? പ്രാങ്ക് എന്ന് പറയുന്നത് പ്രാങ്ക് എന്ന് പറഞ്ഞാൽ നാളെ വിളിക്കാൻ പറ്റൂല. പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വിളിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പ്രാങ്ക് എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് വിളിക്കാൻ പറ്റൂല. നമുക്ക് നാളെയും വിളിക്കണ്ടല്ലേ? പ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഓള് വിചാരിച്ചാലേ ഞാൻ ഒരു കള്ളനാന്നുള്ള കാര്യം. എൻ്റെ അഭിനയല്ലേ, ഞാൻ തന്നെ അഭിനയ സിംഹാണല്ലേ. ശേ, ഓക്കെ ഒന്നുമില്ലല്ലോ മൂഞ്ചിയില്ലേ. ഇന്റർപോൾ വന്ന് പിടിക്കാൻ പോകല്ലേ. സേ സോറി. സോറി പറയാം. സോറി പറയില്ലാണ്ട് വേറെ വെയില്ല മോനെ. സോറി പറയില്ലാണ്ട് വേറെ വെയില്ല. ഓക്കെ, സോറി. I am really sorry. I do something not going to do, but I do it. Please understand me. Sorry, I am really sorry. ഇത് കരച്ചിൽ വരുന്നില്ല. ഒരു മിനിറ്റ്, കുറച്ച് വെള്ളാക്കട്ടെ കണ്ണിൽ കുറച്ച് വെള്ളാക്കട്ടെ. I am really sorry. I do something not going to do, but I do it. Please understand me. Sorry, I am really sorry. ഇത് sorry. I am really sorry. Look at my eyes. I am really sorry. I already cried. Please understand this. I am really sorry. I just make it for fun. Please don't interfere anyone. Please sorry. Interpol not come. Please there. Okay. Please understand me. Please sorry. Very sorry.
I am really sorry. I am really sorry. Look at my eyes. I am really sorry. I already cried. Please understand this. I am really sorry. I am really sorry. I just make it for fun. Please don't. മുട്ട തലകീഴായി നിൽക്കുന്ന മുഖം മുട്ട തലകീഴായി നിൽക്കുന്ന മുഖം ഉസ്മാനെ ഇന്റർപോൾ എല്ലാം വരുന്നുണ്ടെന്നാ പറയുന്ന എടുത്തേക്ക്. ഇന്റർപോൾ എന്ന് പറഞ്ഞാൽ മുട്ടപ്പോളന്റെ വേറൊരു സാധനം തിന്നുന്ന. ഇന്റർപോൾ അറിയില്ല? ഇന്റർപോള് USA പോലീസുകാര് അവർ വരുന്നുണ്ട് എന്നെ പിടിക്കാന്. ഡിലീറ്റ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ, ഇത് ലൈവിലുണ്ടല്ലോ. നിന്നെന്തായാലും പോലീസ് പിടിക്കും. ഇന്റർപോളാ പിടിക്കുന്നത്. നിന്നെ സാധാ കേരള പോലീസ് പോലും അല്ല പിടിക്കാൻ പോകുന്നത്. നിന്നെ ഇന്റർപോള് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നിന്നെ പിടിക്കും. ഞാൻ എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ നിന്നെ ഇസ്മായിലി ഞാൻ പറയും. കുഴപ്പമില്ല, ഞാൻ മാത്രം എന്തിനാ കൊടുക്കുന്നത്? നമുക്ക് ജയിലിൽ ഒപ്പരം കിടക്കാം. FBI സെർച്ചിങ്, FBI എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആൾക്കാരും വരുന്നുണ്ട് പോലും. ഇത് മൊത്തത്തിൽ സീനാന്ന് മോനെ. ഇത് നമ്മൾ മൂഞ്ചാം ഇതായി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. FBI എല്ലാം ഇങ്ങോട്ടേക്ക് വണ്ടി വിട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. എയറോപ്ലെയിനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നല്ല പറയുന്നത്. ചാറ്റ് ഡിലീറ്റ് ആക്കിയിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും ഞാൻ പെട്ട സ്ഥിതിക്ക് നീയും ഇസ്മായിലും കൂടി ഇതിൽ പെട്. നിങ്ങൾ മാത്രമേ രക്ഷപ്പെടല്ലേ. ഞാൻ നിങ്ങളെ പേര് എന്തായാലും പറയും. ഇസ്മായിലാന്ന് തന്നെ മൂപ്പ് ഏറ്റിച്ചെന്നും നീയാന്ന് ഇതിന് ചുക്കാൻ പിടിച്ചതെന്നും ഞാൻ പറയും അവളോട്. അത് കുഴപ്പമില്ല. അത് അല്ല, ഇത് ആവശ്യമാണ്. ഇത് വേറൊന്നും നമുക്ക് ചെയ്യാകല്ല. ഞാൻ ഒറ്റക്ക് ജയിലിൽ പോയി കിടക്കേണ്ടി വരും. നടക്കൂല. നീ ഇതാക്കല്ല. ഓക്കെ ഉസ്മാനെ, ശരി. ഞാൻ ഇതിന്റെ കേസിന്റെ കാര്യങ്ങൾ എന്തൊക്കെ ആയോ അവർ ഇവിടെ എത്തിയാ ഞാൻ പറയാം. നീ മലപ്പുറത്തല്ലേ? ബ്ലോക്ക്. നീ എവിടെ? നിന്റെ വീടേടെ? ഇങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടില്ല. നിന്റെ വീടേടെ? ഞാൻ വെറുതെ പറഞ്ഞത്. ഫ്രാങ്ക് ഉസ്മാനെ ഫ്രാങ്കാന്ന്. മൊത്തം ഫ്രാങ്ക്. നിന്റെ വീടേടെ വരുന്നു ശരിക്ക്? ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞല്ലോ. എറണാകുളത്ത് എവിടെയാണ്? പെരുമ്പാവൂർ. ഓക്കെ. എന്നാ പിന്നെ ഞാൻ അവരെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരാം. പ്രാങ്കൊന്നല്ല. നിന്നെയും ഇസ്മായിലിന്റെ വീടും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചോ നീ. കാരണം നമുക്ക് 3 പേർക്കും കൂടി ജയിലിലേക്ക് പോകേണ്ടത്. ഓക്കെ, എന്നാ ശരി, ബൈ. നിന്നെ ബ്ലോക്ക് ആക്കിയിട്ടൊന്നും കാര്യമില്ല. നിന്നെ ഓൾറെഡി ലീക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ ഇന്റർപോൾ ഇത് കണ്ടോണ്ട് നിൽക്കുന്നുണ്ടാവും. ഇന്റർപോളെ ഞാനല്ല, ഇതാ ഉസ്മാൻ. ഇവനാണ് ഇതിന്റെ മെയിൻ കണ്ണി. ഇവനാണ് ഇത് മെയിൻ ചെയ്ത ആള്. ഞാൻ ഒരു പാവാണ്. എന്ത്? ഇന്റർപോളിനോട് എന്താ പറയണ്ടേ? പറഞ്ഞോ ഇപ്പൊ. അവർ കേട്ടോളൂ. നീ പറഞ്ഞോ. അല്ലല്ല, ഇന്റർപോൾ നോട്ട് ദാറ്റ്. ഇത് ഇംഗ്ലീഷ് പറഞ്ഞാലേ മനസ്സിലാവും. നീ മലയാളത്തിൽ പറയുന്നതുകൊണ്ട് അവർക്ക് അത് മനസ്സിലാവില്ല. ഇന്റർപോൾ he is saying he is the real culprit. Interpol please listen. He is saying he is the real culprit, so please arrest him, not me. Okay? ഇംഗ്ലീഷിൽ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്താൽ എന്നെ വിട്ട്. ഇപ്പൊ നീയാണ് പ്രതിയായിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ. അങ്ങനത്തെ he is not enemy, he is the biggest enemy. ഓക്കെ, അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നേരെ വന്നോളൂ. ഓക്കെ. പെരുമ്പാവൂരല്ലേ? ലൊക്കേഷൻ ഒന്ന് അയച്ചു വെച്ചോട്ടാ.